സാധിച്ചില്ല. സീത തെറ്റായ ഒന്നിൽ ഉറച്ചു നിന്നു. എന്നിട്ട് എന്തു പറ്റി? ആ രാമൻ അതിൻ്റെ പുറകെ പോയി. എന്നപ്പോൾ ലക്ഷ്മണൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? എന്താ ശബ്ദം കേട്ടെ? ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് വിളിച്ച് ആ മാരീചൻ എന്ന മാൻ അത് പെടഞ്ഞു വീഴുന്ന ശബ്ദത്തിൽ, ആ ശബ്ദം രാമൻ്റെ ശബ്ദത്തിലാണ് ഇവർ കേട്ടത്. അപ്പോൾ സീതയും ലക്ഷ്മണനും വിചാരിക്കാമായിരുന്നു രാമനാണ് മരിച്ചത്, മരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടത്. ലക്ഷ്മണൻ ഉറപ്പിച്ചു പറഞ്ഞു, രാമനൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്, അത്രയും കപ്പാസിറ്റിയുള്ള രാമന് ഒന്നും സംഭവിക്കില്ല. അപ്പം സീത പറഞ്ഞു, എന്താ സീത പറഞ്ഞെന്നറിയോ? സ്ത്രീകൾ മാത്രമുള്ളത് കൊണ്ട് നിങ്ങളിത് അറിഞ്ഞിരിക്കണം. സീത പറഞ്ഞു, ഹേ ലക്ഷ്മണ, എനിക്ക് നിന്നെക്കുറിച്ചും ഭരതനെക്കുറിച്ചും ഒരു സംശയമുണ്ട്. നിന്നെക്കുറിച്ചും ഭരതനെക്കുറിച്ചും എനിക്ക് ഒരു സംശയമുണ്ട്. എന്താണെന്നോ? എൻ്റെ രാമൻ ഇഹലോകവാസം വെടിഞ്ഞാൽ എൻ്റെ ശരീരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അടിവരയിട്ട് പറയുന്നു, എൻ്റെ രാമൻ ഇഹലോകവാസം വെടിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ഞാൻ 6 അടി കയറുകൊണ്ടോ ഈ പർവ്വതത്തിൽ നിന്ന് കിട്ടുന്ന വിഷം കൊണ്ടോ അല്ലെങ്കിൽ അഗ്നി ജ്വലിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയോ എൻ്റെ ശരീരത്തിലെ ജീവാത്മാവിനെ ഞാൻ നശിപ്പിച്ച് എൻ്റെ ജഡം മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ മലയാളത്തിൽ അർത്ഥം മനസ്സിലായോ? അതായത് എൻ്റെ ലിവിങ് ബോഡി ഉപയോഗിക്കാൻ സാധ്യമല്ല, എൻ്റെ ഡെഡ് ബോഡി. അത് കേട്ടപ്പോഴാണ് ലക്ഷ്മണന് ഭയങ്കര വിഷമമുണ്ടായത്. അത്രയും കാലം അങ്ങനെ യാതൊരു കാര്യവും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു അപശ്രുതി അപവാദം കേൾക്കേണ്ടി വന്നപ്പോൾ ഒരു ലക്ഷ്മണ രേഖ വരച്ച് ലക്ഷ്മണൻ രാമൻ്റെ അടുത്തേക്ക് പോയി. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലക്ഷ്മണ രേഖ വരച്ച് ലക്ഷ്മണൻ രാമൻ്റെ അടുത്തേക്ക് പോയി. സീതാദേവിക്ക് അമിതമായ ആത്മവിശ്വാസമുണ്ടായിരുന്നു. തനിക്ക് പാതിവൃത്യമുണ്ട്, തനിക്ക് കപ്പാസിറ്റി ഉണ്ട്, തന്നെ ആർക്കും വഞ്ചിക്കാൻ സാധ്യമല്ല, തനിക്ക് ആത്മീയ ശക്തിയുണ്ട്, തനിക്ക് ശപിക്കാനും ശക്തിയുണ്ട് എന്ന അമിത വിശ്വാസം കാരണം വേഷം മാറി വന്ന രാവണനെ തിരിച്ചറിയാൻ സീതാദേവിക്ക് സാധിച്ചില്ല. അപ്പം എന്തു പറ്റി? ഈ രാവണൻ സീതാദേവിയെ ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്തേക്ക് കടത്തി. എന്നിട്ട് രാവണൻ സീതയെ അപഹരിച്ചു. ഇവിടെ വളരെ വ്യക്തമായിട്ട് എൻ്റെ മുമ്പിലുള്ള എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഏതൊരു സ്ത്രീക്കും ലക്ഷ്മണരേഖയുണ്ട് എന്നവരറിയണം. ഏതൊരു പുരുഷനും എന്ത് നഷ്ടപ്പെട്ടാലും അവന് വിസയും പാസ്പോർട്ടും എടുത്ത് ദുബായിലേക്കോ ഒമാനിലേക്കോ അമേരിക്കയിലേക്കോ പോകാം. പുരുഷൻ്റെ പുറകെ ആരും അപവാദവും പറഞ്ഞുകൊണ്ട് വരില്ല. സ്ത്രീയുടെ പുറകെ അപവാദം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ വരും. അതുകൊണ്ട് ലക്ഷ്മണരേഖയ്ക്ക് അകത്ത് നിൽക്കേണ്ട ഉത്തരവാദിത്വം സീത പാലിച്ചില്ല. അതിൻ്റെ പരിണതഫലം സീതാദേവിക്ക് സർവ്വതും നഷ്ടപ്പെട്ടു എന്നറിയാലോ. രാമൻ വന്ന് സീതാദേവിയെ തിരിച്ചു കൊണ്ടുവന്നു എങ്കിൽ പോലും പിന്നെ ഒരു അലക്കുകാരൻ സീതാദേവിയെക്കുറിച്ച് അപവാദം പറഞ്ഞു. അതുകൊണ്ട് സ്ത്രീകളെക്കുറിച്ച് ഭാരതീയ പൈതൃകത്തിൽ പഠിക്കുന്ന സമയത്ത്, ഭാരതീയ സ്ത്രീ സങ്കല്പത്തിൽ പഠിക്കുന്ന സമയത്ത് രാമായണം എന്ന ഗ്രന്ഥം മാത്രമെടുത്ത് വിശകലനം ചെയ്താൽ അണിയറ മുതൽക്ക് മണിയറ വരെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ, ഈവൻ ഡിസ്ട്രക്റ്റീവ് മൈനോറിറ്റി ആണെങ്കിൽ പോലും ഒരു സ്ത്രീക്ക് ഒരു രാഷ്ട്രത്തെ അടിമുടി മാറ്റാൻ സാധിച്ചത് മന്ദരയിലൂടെ, ഒരു രാഷ്ട്രത്തെ അടിമുടി മാറ്റാൻ സാധിച്ചത് കൈകേയിയിലൂടെ. അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സ്വയം അടിമുടി നശിക്കാൻ സാധിച്ചതും ലക്ഷ്മണനല്ല, ശ്രീരാമനല്ല, സീതയ്ക്കായിരുന്നു. അർത്ഥം മനസ്സിലായോ? അപ്പം എത്ര കുലീന സ്ത്രീയാണെങ്കിലും ശ്രീരാമൻ്റെ ഭാര്യ അഥവാ ലക്ഷ്മി ദേവിയുടെ അവതാരം, സർവ്വതും ചകഞ്ഞവർ, പാതിവൃത്യമുള്ളവർ,
കാട്ടിൽ 13 വർഷം ശ്രീരാമൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർ, നല്ല രീതിയിൽ ഭർത്തൃസ്നേഹമുള്ളവൾ, സൗന്ദര്യമുള്ളവൾ, നല്ല അറിവുള്ളവൾ, അസ്ത്രം പോലും കുലയ്ക്കാൻ അറിയാവുന്ന സ്ത്രീയായിട്ടുള്ള ആ സീതാദേവി തൻ്റെ അനുസരണക്കേടും തന്നെ സംരക്ഷിച്ചവരോടുള്ള അപവാദ പ്രചരണവും നടത്തിയപ്പോൾ നശിച്ചതാരാ? അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നും ഒരു യൂട്ടോപ്പിയൻ സിദ്ധാന്തം പറയല്ല. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിതത്തിൽ പരിപാലിക്കേണ്ട 3 സ്ത്രീകളുടെ അവസ്ഥ. 1 മന്ദര, 2 കൈകേയി, 3 സീതാദേവി. സീതാദേവിയുടെ കഥ മുഴുവനൊന്നും ഞാൻ പറയുന്നില്ല. ഇത് തന്നെ ഒന്ന് മഹാഭാരതത്തിലേക്ക് വന്ന് നോക്കാം. ആദ്യം ഓർമ്മിക്കേണ്ട സ്ത്രീ എന്ന് പറയുന്നത് ഗാന്ധാരി. ഗാന്ധാരിയുടെ ഭർത്താവിൻ്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? ധൃതരാഷ്ട്രർ. അന്ധനാണ്, കണ്ണ് കണ്ടൂടാ. തനിക്കുള്ള മക്കൾക്കുണ്ടാകുന്ന ഗുണദോഷങ്ങൾ തിരുത്താൻ അച്ഛനായ ധൃതരാഷ്ട്രർക്ക് സാധിക്കില്ല. എന്താ കാരണം? കാഴ്ചയില്ല. അതേ സമയത്ത് ധൃതരാഷ്ട്രരുടെ ഭാര്യ ആരാ? ഗാന്ധാരിക്ക് കാഴ്ചയുണ്ടോ? ഉണ്ട്. പക്ഷെ കാണാൻ സാധിക്കുമായിരുന്നോ? എന്താ പറ്റിയത്? ഒരമ്മ കണ്ണുകെട്ടി നടന്നു. എന്തിന് നടന്നു കണ്ണുകെട്ടി? പാതിവൃത്യത്തിൻ്റെ പേരിൽ. പാതിവൃത്യത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ കണ്ണുകെട്ടി നടന്നപ്പോൾ സംഭവിച്ചതെന്താ? മക്കളെല്ലാം ദുസ്വഭാവവും ദുർഗുണവും അധർമ്മവും അസത്യവും അനീതിയും അന്യായവും ചെയ്യുന്നവരായി മാറി. മനസ്സിലാക്കാൻ വിഷമോ ഇല്ലല്ലോ? അതായത് ഒരമ്മ, ഒരു സഹോദരി, ഒരു ഭാര്യ, ആരായാലും ശരി, അവർ കണ്ണുകെട്ടി നടന്നാൽ ആ കുടുംബം മുഴുവനും അധപ്പതിക്കുമെന്നുള്ളതിന് ഇത്രയും വലിയ ഒരു തെളിവ് നമുക്ക് ആവശ്യമില്ല. ചിലപ്പോൾ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന സ്ത്രീക്ക് വിജയിക്കാൻ സാധിച്ചു എന്ന് വന്നില്ല എന്ന് വരാം. ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വരാം. എന്താ ഉദാഹരണം? രാവണൻ്റെ ഭാര്യയുടെ പേരറിയോ നിങ്ങൾക്ക്? മണ്ഡോദരി. മണ്ഡോദരി രാവണനോട് പറഞ്ഞു, അങ്ങ് മറ്റൊരാളുടെ ഭാര്യയെ സ്വീകരിക്കരുത്, അങ്ങൊരു രാജാവാണ്. മണ്ഡോദരി രാവണനോട് പറഞ്ഞു, അങ്ങൊരു രാജാവാണ്, ഒരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്, ധർമ്മബോധമുണ്ടാവേണ്ട വ്യക്തിയാണ്. ഒരു രാജാവിന് 1-ൽ കൂടുതൽ ഭാര്യകൾ വേണമെങ്കിൽ അതാകാമെന്ന് അനുശാസിക്കുന്നു. പക്ഷെ എന്തിന് മറ്റൊരാളുടെ ഭാര്യയെ അങ്ങ് സ്വീകരിക്കണം? മറ്റൊരാളുടെ ഭാര്യയെ അങ്ങ് സ്വീകരിച്ചാൽ ആ പതിവ്രതയായ സീതയുടെ ശാപമോ സീതയുടെ ഭർത്താവിൻ്റെ അസ്ത്രത്തിൻ്റെ മുമ്പിൽ അങ്ങക്ക് നിലനിൽപ്പോ ഉണ്ടാവില്ല. അങ്ങ് സ്വയം നശിക്കാൻ മറ്റൊരാളുടെ ഭാര്യയെ അങ്ങയുടെ മണിയറയിലേക്ക് കൊണ്ടുവരരുത് എന്ന് ഈ രാവണൻ്റെ ഭാര്യ മണ്ഡോദരി പറഞ്ഞിട്ടും രാവണൻ കേട്ടില്ല. രാവണൻ്റെ മക്കള് ഇന്ദ്രജിത്തും കേട്ടില്ല. അവസാനം എന്തു സംഭവിച്ചു? നല്ല ഒരു സ്ത്രീയായ മണ്ഡോദരി രാവണന് കൊടുത്ത ഉപദേശം കേട്ടില്ല. രാവണൻ സ്വയം രാമൻ്റെ അസ്ത്രത്തിൽ മരിച്ചു. ഈ രാവണൻ്റെ മക്കൾ മരിച്ചു. രാവണൻ്റെ അനുജനായ കുംഭകർണൻ മരിച്ചു. രാവണൻ ചെയ്ത തെറ്റിൻ്റെ കൂട്ടത്തിൽ നിൽക്കാത്ത വിഭീഷണന് മാത്രം ഒന്നും സംഭവിച്ചില്ല. ഇത് ഞാൻ പറഞ്ഞത് എന്തിനറിയോ? ഒരു ഭർത്താവിനെ നല്ല നിലയിൽ നയിക്കാനുള്ള കർത്തവ്യം ഗാന്ധാരിക്ക് സാധിച്ചില്ല ധൃതരാഷ്ട്രരുടെ അടുത്ത്. ഇവിടെ മണ്ഡോദരിക്ക് സാധിച്ചില്ല രാവണൻ്റെ അടുത്ത്. പക്ഷെ എവിടെ സാധിക്കുമായിരുന്നു? ലക്ഷ്മണൻ്റെ അടുത്ത് ഊർമിളയ്ക്ക് സാധിച്ചു. ഊർമിള പറഞ്ഞു, അങ്ങ് ധൈര്യമായിട്ട് 14 വർഷം കാട്ടിലേക്ക് പോയി വരണം. ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയുടെ പ്രതിനിധിയായിട്ടുണ്ടാവും, അങ്ങ് വിഷമിക്കണ്ട എന്ന് ലക്ഷ്മണൻ്റെ ഭാര്യ ലക്ഷ്മണനോട് ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിള ലക്ഷ്മണനോട് വളരെ ഭംഗിയായിട്ട് സപ്പോർട്ട് ചെയ്തു. ഭരതൻ്റെ ഭാര്യ വളരെ ഗംഭീരമായിട്ട് ഭരതനോട് പറഞ്ഞു, അങ്ങ് 24 മണിക്കൂറും രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. 14 വർഷം അങ്ങയുടെ ജ്യേഷ്ഠൻ ഇവിടെ ഇല്ല,
അങ്ങക്ക് മാർഗനിർദ്ദേശം നൽകാൻ ആരുമില്ല. അങ്ങക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്താനും നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാനും അങ്ങയുടെ ശരീരവും മനസ്സും മുഴുവനും ഈ രാഷ്ട്രത്തിന് വേണ്ടി മാറ്റിവെക്കുക. എന്നെക്കുറിച്ച് അങ്ങ് ഓർക്കണ്ട. 1-2 ദിവസമല്ല, 14 വർഷം. അപ്പോൾ ഭരതൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിനെ പൂർണ്ണമായിട്ടും രാഷ്ട്രസേവനം നടത്താൻ വേണ്ടി അയക്കാൻ സാധിച്ചു. ലക്ഷ്മണൻ്റെ ഭാര്യയ്ക്ക് താൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിച്ചു. തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിലും സീതാദേവിക്ക് ശ്രീരാമൻ അനുഭവിച്ച ദുഃഖങ്ങളും വേദനകളും സ്വയം സഹിക്കാൻ വേണ്ടി ശ്രീരാമൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി പുറപ്പെടാൻ സാധിച്ചു. നല്ല കൊട്ടാരത്തിൽ സുഖമായി താമസിക്കുന്നതാണ് നല്ലത് എന്ന് സീത വിചാരിച്ചിരുന്നു എങ്കിൽ, അർത്ഥം മനസ്സിലായോ? സീതയോട് കാട്ടിലേക്ക് പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, രാമനോട് മാത്രമേ പോകണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സീത പറയാണ്, അങ്ങ് പോയിട്ട് വരൂ, ഞാനിവിടെ തന്നെ റെസ്റ്റ് എടുക്കാം എന്ന് പറയുന്നതിന് പകരം അങ്ങ് ലോകത്തിലെവിടെയാണെങ്കിലും അങ്ങയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉണ്ടാവണം. ഭർത്താവിൻ്റെ സുഖമാണ് ഭാര്യയുടെ സുഖം, ഭർത്താവിൻ്റെ ദുഃഖമാണ് ഭാര്യയുടെ ദുഃഖം, ഭർത്താവിൻ്റെ സ്ഥലമാണ് ഭാര്യയ്ക്ക് കൊട്ടാരമായാലും സ്വർഗമായാലും നരകമായാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചുണ്ടാകണം എന്ന തത്വത്തിൽ ഞാൻ അവസാന ശ്വാസം വരെ അങ്ങയുടെ നിഴലായി അങ്ങയുടെ കൂടെ ഉണ്ടാവും. ഒരു വരി കൂടി സീത പറയുന്നുണ്ട്, ഹേ ആര്യപുത്ര, അങ്ങ് നടക്കുന്ന വഴിയിലെ മുന്നിലുള്ള കല്ലും മുള്ളും ഇലയും പെറുക്കിയെടുത്ത് മാറ്റാനാണ് എൻ്റെ അച്ഛൻ ജനക മഹാരാജാവ് അങ്ങയുടെ കയ്യിലേക്ക് എൻ്റെ വലത്തെ കൈ വെച്ച് പാണിഗ്രഹണം ചെയ്ത് തന്നത്. എൻ്റെ മലയാളം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ശ്രീരാമൻ്റെ കയ്യിലേക്ക് വലത്തെ കൈ വെച്ച് പാണിഗ്രഹണം ചെയ്ത് തന്നപ്പോൾ പറഞ്ഞിരുന്നു, ഈ ശ്രീരാമൻ നടക്കുന്ന വഴിയിലുള്ള കല്ലും മുള്ളും അതേപോലെ ഇലകളും മാറ്റാനാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ മഹത്വം രാമനും സീതയും തമ്മിൽ കാണാം. ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ മഹത്വം ലക്ഷ്മണനും ഊർമിളയും തമ്മിൽ കാണാം. ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ മഹത്വം ഭരതൻ്റെ ഉജ്ജ്വല ജീവിതത്തിൽ കാണാം. ഭാര്യാഭർത്തൃബന്ധത്തിൽ പരാജയത്തിൻ്റെതായ നിഴല് രാവണൻ്റെ ജീവിതത്തിൽ കാണാം. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഭാര്യാഭർത്തൃബന്ധം പരാജയപ്പെട്ടില്ല, അമ്മയും മക്കളും തമ്മിൽ പരാജയപ്പെട്ട ചിത്രം നമുക്ക് ഗാന്ധാരിയിൽ നിന്ന് കാണാം. എന്താ ഗാന്ധാരിയിൽ കണ്ടത്? അമ്മ കണ്ണുകെട്ടി നടന്നതുകൊണ്ട് മക്കളിൽ ദുർഗുണം വളർന്നു. അവസാനം കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? ആരൊക്കെ അവശേഷിച്ചു? കൗരവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? യുദ്ധം കഴിഞ്ഞപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും മരിച്ചു. അമ്മ കണ്ണുകെട്ടി നടന്നില്ലായിരുന്നെങ്കിൽ അമ്മ മക്കൾക്ക് സത്യവും ധർമ്മവും നീതിയും പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിൽ, അമ്മ മക്കൾക്ക് വേണ്ട നന്മ നിറഞ്ഞ മൂല്യങ്ങൾ കൊടുത്തിരുന്നു എങ്കിൽ ഈ കൗരവർ മരിക്കുമായിരുന്നോ? മരിക്കില്ല. അപ്പോൾ പാണ്ഡവരിൽ എത്ര പേര് മരിച്ചു? ആരും മരിച്ചില്ല. എന്താ കാരണം അറിയോ? ഈ 13 വർഷം പാണ്ഡവർ കാട്ടിൽ താമസിക്കേണ്ടി വന്നിട്ടും മാതാവായ കുന്തിദേവി സകല ദുഃഖങ്ങളും അനുഭവിച്ചിട്ടും സകല വേദനകളും അനുഭവിച്ചിട്ടും കയ്യ് നീട്ടി എരന്ന് കിട്ടുന്ന ഭക്ഷണം മക്കളിൽ 5 പേർക്കും പങ്കുവച്ചിട്ടും ആ അമ്മ കുന്തിദേവി മക്കളുടെ മനസ്സിൽ വാശിയും പകയും വിദ്വേഷവും വളർത്തിയില്ല. അപ്പോൾ ഒരു അമ്മ 5 മക്കളിലും വാശിയും പകയും വിദ്വേഷവും വളർത്താത്ത കുന്തി മാതാവ് മക്കളിൽ വാശിയും പകയും വിദ്വേഷവും വളരുന്നത് കണ്ടിട്ട് കാണാൻ പറ്റാത്ത ഗാന്ധാരി എന്ന അമ്മ. മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? അപ്പോൾ ഇതിഹാസത്തിൽ രാമായണത്തിലെ സ്ത്രീ സങ്കല്പം, ഇതിഹാസത്തിൽ മഹാഭാരതത്തിലെ സ്ത്രീ സങ്കല്പം. ചിലപ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ഈ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ ഇത് ലോകത്തിൽ നടക്കണ കാര്യമാണോ സാറേ? ഞാൻ അവരോട് പറയാറുണ്ട്, പല കാര്യങ്ങൾ സന്ദേശ രൂപത്തിൽ നമ്മളുടെ മുമ്പിലെത്തിക്കാൻ അപ്രായോഗികമായ
കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലെടുത്തിടും. എന്നിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങളെങ്ങനെ ജീവിക്കും എന്ന് നമ്മളെ മനസ്സിലാക്കാൻ. അങ്ങനെ പാഞ്ചാലി 5 പേരെ വിവാഹം കഴിച്ചിട്ടും ഇല്ല, 5 പേരുടെ ഭാര്യയായിട്ട് പാഞ്ചാലി ഇരുന്നിട്ടും ഇല്ല. ഇതെല്ലാം സംഭവിച്ചിട്ടും 5 സഹോദരന്മാർ പരസ്പരം വഴക്കിടാതെ ഒത്തൊരുമിച്ച് എങ്ങനെ ജീവിച്ചു എന്ന് കാണിക്കാൻ പാഞ്ചാലി എന്ന സ്ത്രീയെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. ഒരു ഭാര്യാരൂപത്തിലുള്ള ഒരു സ്ത്രീക്ക് 5 പേരിലും വഴക്കിടാത്ത വിധത്തിൽ, 5 പേരും തമ്മിൽ വഴക്കിടാത്ത സഹോദര ബന്ധം നിലനിർത്താൻ എങ്ങനെയാണോ അമ്മയ്ക്ക് മക്കളിൽ സാധിച്ചത്, അതേപോലെ ഭാര്യാരൂപത്തിൽ വിവരിക്കപ്പെടുന്ന ദ്രൗപദിക്ക് സാധിച്ചു. മാത്രമല്ല, ഭാര്യയെ പണയം വെച്ചു. ആര്? ധർമ്മപുത്രർ. എന്നിട്ടും ഭാര്യയ്ക്ക് ഭർത്താവിനോട് ദേഷ്യം തോന്നിയില്ല. അത് സ്ത്രീയുടെ ക്ഷമാശീലം. അങ്ങനെ മഹാഭാരതത്തിലെ സ്ത്രീ സങ്കല്പമുണ്ട്, രാമായണത്തിലെ സ്ത്രീ സങ്കല്പമുണ്ട്. ഇനിയും നോക്കാം ഈ സ്ത്രീകളുടെ മഹത്വം. നിങ്ങൾക്കറിയാം, മഹാഭാരത യുദ്ധം കഴിഞ്ഞ് കൗരവരെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ഗാന്ധാരിയുടെ അടുത്ത് വന്ന് ഗാന്ധാരിയോട് വളരെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അമ്മയായ ഗാന്ധാരി വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് വലത്തെ കൈ നെഞ്ചത്ത് വെച്ച് കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, എൻ്റെ മക്കൾ എല്ലാവരും മരിച്ചു. നീ ഒരു അവതാരമല്ലേ കൃഷ്ണ? ഞങ്ങൾ 2 പേർക്കും ഈ ലോകത്തിൽ കണ്ണ് കണ്ടുകൂടാ. ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ ഞങ്ങളുടെ വായിൽ മരണസമയത്ത് ഒരു തുള്ളി വെള്ളം തരാൻ 100 മക്കളിൽ ഒരു മകനെയെങ്കിലും ബാക്കി നിർത്തി ബാക്കിയുള്ളവരെ കൊല്ലായിരുന്നില്ലേ കൃഷ്ണ എന്നൊരു ചോദ്യം. ശ്രീകൃഷ്ണനല്ല കൊന്നത്, ശ്രീകൃഷ്ണൻ ആയുധമെടുത്തിട്ടും ഇല്ല, ശ്രീകൃഷ്ണൻ കൊന്നിട്ടും ഇല്ല, യുദ്ധത്തിൽ മരിച്ചതാ. ആ യുദ്ധത്തിൽ മരിക്കുന്ന സമയത്ത് ഒരാളെയെങ്കിലും ബാക്കി വെച്ച് ബാക്കിയുള്ളവരെ കൊല്ലായിരുന്നില്ലേ എന്നൊരമ്മ നെഞ്ചു പൊട്ടുന്ന വേദനയിൽ പറഞ്ഞപ്പോൾ കൃഷ്ണൻ എന്താ മറുപടി കൊടുത്തത്? ആ മറുപടിയാണ് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. ഏത്? അമ്മയുടെ മക്കളിൽ അധർമ്മവും അനീതിയും അന്യായവും വളരാൻ കാരണം അമ്മ കണ്ണുകെട്ടി നടന്നതാണ്. അമ്മ കണ്ണുകെട്ടി നടന്നതിൻ്റെ പരിണത ഫലമാണ് മക്കൾ ഇങ്ങനെ ആയിത്തീർന്നത്. അങ്ങനെ ആയിത്തീർന്നതിൻ്റെ പരിണത ഫലമാണ് മക്കൾ മൊത്തം നശിച്ചത്. ഇനി ഞാനൊരു ചെറിയ വരി വേറെ പറയട്ടെ. ഒരു 2 മാസം മുമ്പ് ഞാൻ ടി വിയിൽ കണ്ടൊരു കാഴ്ച എനിക്ക് ശരിക്കും എല്ലാ കോളേജിലും സ്കൂളിലും പോകുമ്പോൾ പെൺകുട്ടികൾ മാത്രമാണുള്ളതെങ്കിൽ എനിക്ക് പറയണമെന്ന് തോന്നാറുണ്ട്. ഡൽഹി കോടതി 2 മാസം മുമ്പ് ഒരു കൊലയാളിയാണോ കുറ്റവാളിയാണോ അയാളെ 12 വർഷം തടവിന് ശിക്ഷിച്ചു. 2 മാസം മുമ്പുള്ള കാഴ്ചയാണ് ഞാൻ പറയുന്നത്. 12 വർഷം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്നിട്ട് ആ കോടതി വിധി കഴിഞ്ഞ് ആ വ്യക്തിയുടെ കയ്യിൽ, കുറ്റവാളിയുടെ കയ്യിൽ 2 ചെയിനിട്ട് വിലങ്ങിട്ട് പോലീസുകാർ അയാളെ കോടതിയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുറ്റവാളിയുടെ അമ്മ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ ഈ മകൻ വരുന്നത് കണ്ട് നെഞ്ചത്തിടിച്ച് മകൻ്റെ അടുത്ത് ചെന്ന് പൊട്ടിക്കരയുന്ന കാഴ്ച ആ ടി വിയിൽ ഞാൻ കണ്ടു. കുറേ നേരം അവർ കാണിച്ചു. ഈ മകൻ എന്താ ചെയ്തറിയോ? 3 പ്രാവശ്യം കാർക്കിച്ച് തുപ്പലെടുത്ത് അമ്മയുടെ മുഖത്തേക്കൊന്ന് തുപ്പിയിട്ട് പറഞ്ഞു, തൂനെ മുझे ऐसा बनाया, तूने मुझे ऐसा बनाया, तू है इसका कारण. തും എന്നല്ല ഉപയോഗിച്ചത്, ആപ്പ് എന്നല്ല അമ്മയെ ഉപയോഗിച്ചത് തൂ, നീയ്. അമ്മയെ ഉപയോഗിച്ച വാക്ക് നീയാണ് എനിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയത്. നീ എന്നെ നല്ല വഴിക്ക് നയിച്ചില്ല. സച്ച് രാസ്ത തുझे मुझे नहीं दिखाया. നല്ല വഴി നീ എനിക്ക് കാണിച്ചു തന്നില്ല.
തോ മേരാ ഈ അവസ്ഥാക്കി കാരൻ തൂ ഹേ. അവസാനം ഒന്നുകൂടി തുപ്പിയിട്ടാണ് ആ ചെറുപ്പക്കാരൻ നടന്ന് പോലീസ് ജീപ്പിൽ കയറിയത്. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് കാരണം എൻ്റെ മുമ്പിലുള്ള എൻ്റെ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇസ്രായേലിലെ സംസ്കാരമല്ല ഇവിടെ ഉള്ളത്, യൂറോപ്പിലെ സംസ്കാരമല്ല, നമുക്ക് മധ്യപൂർവേഷ്യയിലെ മിഡിൽ ഈസ്റ്റ് രാജ്യത്തിലെ സംസ്കാരമല്ല നമ്മുടെ രക്തത്തിലുള്ളത്. ഭാരതത്തിൻ്റെ സംസ്കാരം. നമ്മൾ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരുമാകട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഭാരതത്തിൽ. പക്ഷേ ഭർത്താവിനോട് ധർമ്മബോധം, ഭർത്താവിൻ്റെ തെറ്റുകൾ തിരുത്താനുള്ള അറിവ്, ഭർത്താവിനെ നേർവഴിക്ക് നയിക്കാൻ, മക്കളെ നേർവഴിക്ക് നയിക്കാൻ, മക്കൾക്ക് നന്മ കൊടുക്കാൻ, മക്കളിൽ ആവശ്യമായ കാലഘട്ടത്തിൽ ആവശ്യമായ ധർമ്മബോധം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ സംഭവിച്ചതാണ് ഗാന്ധാരി കൃഷ്ണൻ്റെ കൂട്ടത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ ചെന്നപ്പോൾ താൻ ചവിട്ടുന്നത് മക്കളുടെ പലരുടെയും രക്തത്തിലുമാണെന്നും ആ മക്കളുടെ രക്തം കുരുക്ഷേത്ര ഭൂമിയിൽ വീഴാൻ കാരണം താൻ തന്നെയാണെന്നും ഉള്ള കുറ്റബോധത്തിൽ വീണ്ടും വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിക്കുന്ന ഒരു സീനുണ്ട്. എന്താ ശ്രീകൃഷ്ണനെ ശപിച്ചറിയോ? കൃഷ്ണ, എൻ്റെ കുലത്തിലുള്ളവർ എങ്ങനെയാണോ പരസ്പരം യുദ്ധം ചെയ്ത് സഹോദരപുത്രന്മാർ മരിച്ചത്, അതേപോലെ നിന്റെ കുലത്തിലുള്ളവരും പരസ്പരം തമ്മിൽ തല്ലി നശിച്ച് ഇല്ലാതെയാവട്ടെ എന്ന് ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചു. ഞാൻ ഇതെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഏത് പുരുഷൻ വിചാരിച്ചാലും, ഏത് മനുഷ്യൻ വിചാരിച്ചാലും ഒരു സ്ത്രീയുടെ അത്രയും ശക്തി ഉണ്ടാക്കാൻ സാധിക്കില്ല. സ്ത്രീകൾക്കൊരു ധാരണ നമ്മൾ അബലകളാണെന്ന്. ഈ മഹാഭാരതത്തിൽ ഒരു പുരുഷനും മറ്റൊരാളെ ശപിച്ചിട്ടില്ല, ശപിച്ചതൊട്ട് ഏറ്റിട്ടുമില്ല. ഒരു സ്ത്രീയെ ശപിച്ചിട്ടുള്ളൂ, അത് ഗാന്ധാരി. ശപിച്ചത് ആരെയാ? ഓർഡിനറി ആൾക്കാരെയൊന്നുമല്ല. ഈ ആലപ്പുഴയിൽ മീൻ കച്ചവടം നടത്തുന്നവരോ